കാളി തീയാട്ട്. കളത്തിന് മുന്നിൽ അരങ്ങേറുന്ന ഒരു അനുഷ്ഠാന നൃത്തമാണ് കാളി തീയാട്ട്. ഭദ്രകാളി ചരിതമാണ് പ്രധാന പ്രമേയം. തിരുവല്ല, കോട്ടയം, തൃപ്പൂണിത്തറ എന്നിവിടങ്ങളിലും പരിസരത്തുമാണ് പ്രധാനമായും അവതരിപ്പിക്കപ്പെടുന്നത്. കോട്ടയത്തെ പള്ളിപ്പുറത്തുകാവ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കുടുംബക്ഷേത്രം, ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതിൻ്റെ അവതരണം ഉണ്ടാകുമത്രേ. തിരുവല്ലയ്ക്കടുത്തുള്ള പുതുക്കുളങ്ങര ദേവീക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ആഘോഷങ്ങളോടൊപ്പം ഇത് അവതരിപ്പിക്കപ്പെടാറുണ്ട്. ഉണ്ണി എന്ന വിഭാഗം ആൾക്കാരാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതിപ്രാചീനമായ ഈ അനുഷ്ഠാനത്തെപ്പറ്റി കേരളോൽപ്പത്തിയിൽ പരാമർശമുണ്ട്. ദൈവാട്ടം അഥവാ ദൈവമായിട്ടാടൽ എന്നത് തെയ്യാട്ടമായി എന്നും അതിൽ നിന്നാണ് തീയാട്ട് എന്ന പദം ഉണ്ടായതുമെന്നാണ് വിശ്വാസം. പന്തം ഒഴിച്ചിലിന് പ്രാധാന്യമുള്ളത് ആയതിനാലാണ് തീയാട്ട് എന്ന പേര് വന്നതെന്നും അഭിപ്രായമുണ്ട്. ഭദ്രകാളി തീയാട്ട് ഭദ്രകാളി ക്ഷേത്രങ്ങളിലും വീടുകളിലും, അതായത് നമ്പൂതിരി ഭവനങ്ങൾ, തീയാട്ടുണ്ണിമാരുടെ വീടുകൾ എന്നീ സ്ഥലങ്ങളിൽ നടത്തപ്പെടുന്നു. തീയാട്ടുണ്ണി എന്ന ഏക കലാകാരനാണ് ഇത് അവതരിപ്പിക്കുക. ഭദ്രകാളി ദാരികനെ വധിച്ച കഥയാണ് സാധാരണയായി അവതരിപ്പിക്കപ്പെടുന്നത്. കളം വരയ്ക്കലും വേഷഭൂഷാദികൾ അണിയലുമാണ് തീയാട്ടിൻ്റെ തയ്യാറെടുപ്പുകൾ. വലിയ വിളക്ക് കൊളുത്തിയ വേദിയിലേക്ക് കിരീടമൊഴികെയുള്ള വേഷഭൂഷാദികളുമായി തീയാട്ടുണ്ണി പ്രവേശിക്കുന്നതോടെ തീയാട്ടിന് തുടക്കമായി. പല ദൈവങ്ങളിൽ നിന്നും അനുഗ്രഹത്തിന് അപേക്ഷിച്ച ശേഷം വലിയ കിരീടം കാണികൾക്ക് മുന്നിൽ വെച്ച് അണിയുന്നു. ഇതിനുശേഷം തീയാട്ടുണ്ണി ഭദ്രകാളിയുടെ പ്രതിരൂപമായാണ് കണക്കാക്കപ്പെടുന്നത്. ദാരികാസുരവധം ശിവനോട് ഭദ്രകാളി വിവരിക്കുന്നതായാണ് അവതരണം. കൊളുത്തിയ വിളക്കാണ് ശിവന്റെ പ്രതിരൂപം. താണ്ഡവ നൃത്തശൈലിയിലുള്ള ചുവടുകളും മുദ്രകളും അവതരണത്തിന്റെ ഭാഗമാണ്. മുദ്രകൾ പരമ്പരാഗത നൃത്തശൈലിയിൽ ഉള്ളവ ആയിരിക്കില്ല. ദാരികാസുരനെ കൊല്ലുന്നത് അവതരിപ്പിക്കുന്നതോടെയാണ് അവതരണം അവസാനിക്കുന്നത്. ഇത് തിന്മയുടെ പരാജയത്തെ ദ്യോതിപ്പിക്കുന്നു. പിന്നീട് കാർമികൻ സാധാരണ വേഷത്തിൽ പൂജാകർമ്മങ്ങൾ നടത്തും. പന്തം കൊളുത്തി തേങ്ങ ഉടച്ച് ബലിയൊഴിച്ചിൽ നടത്തുന്നതോടെയാണ് ചടങ്ങുകൾ അവസാനിക്കുക.